ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് ഒരു കോഴി ഇങ്ങനെ കിടന്ന് കൊക്കര കൊക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം കുറേ പ്രാവശ്യം ഇങ്ങനെ കട്ട് ചെയ്ത് വോയിസ് കൊടുക്കാൻ നോക്കി. പിന്നെ ആ കോഴി സൗണ്ട് നിർത്തണേ ഇല്ല. അപ്പം ഞാൻ ജസ്റ്റ് പുറത്ത് പോയിട്ട് മഴ പെയ്യുന്നുണ്ട്, മഴ വന്നിട്ടും പോയിട്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ. മഴ പെയ്യണമുണ്ട്, പിന്നെ നിൽക്കണമുണ്ട്, അങ്ങനെ. അപ്പം ഞാൻ ജസ്റ്റ് ബെഡ്റൂമിൽ നിന്നിട്ട് ആ എന്താ പറയുക, കോഴീനെയും കോഴിയുടെ സൗണ്ടും അതേപോലെ റോട്ടിൽ കൂടെ ബസ്സും വണ്ടിക്കും പോണതൊക്കെയും ജസ്റ്റ് ബെഡ്റൂമിൻ്റെ ജനലിൽ നിന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വോയിസ് കൊടുക്കാൻ നിന്നു. ഈ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സൗണ്ട് നിൽക്കുന്നത് നോക്കി നിന്നുണ്ടെങ്കിൽ എനിക്ക് കേക്കിന് വോയിസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇത് 3 കിലോൻ്റെ കേക്കാണ് കേട്ടോ. 3 കിലോൻ്റെ കേക്ക് സിമ്പിൾ വർക്കായിരുന്നു. വേറെ മോഡലോ ഡെക്കറേഷനോ ഒന്നുമില്ല. ജസ്റ്റ് അവർ തന്ന മോഡലായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ അതിൽ വെറുതെ ബോൾസ് വെച്ച് കൊടുക്കുക. അതേപോലെ ലക്കി ബേബി എന്ന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എഴുതുക. നമ്മൾ കേക്ക് ചെയ്ത് വന്നപ്പോൾ വെയിറ്റ് 3,400 അടുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 ലെയർ കേക്കായി 3 സ്റ്റെപ്പ് കേക്കായതുകൊണ്ട് തന്നെ ഇത്രയും നമുക്ക് വെയിറ്റ് കൂടും. കറക്റ്റ് വെയിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. 3,300 ചില്ലറ വെയിറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ നോക്കിയാലും നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മുടെ കേക്കുകളൊക്കെ വെയിറ്റ് കൂടും. അത് നമ്മൾ എക്സ്ട്രാ പൈസയൊന്നും വാങ്ങില്ല കേട്ടോ. എന്നാൽ കടക്കാരാണെങ്കിൽ ഇതേപോലെ കേക്ക് കുക്കിംഗ് ചെയ്തിട്ട് ഒരു 100 ഗ്രാം അധികമായാൽ മതി, അതിൻ്റെ റേറ്റ് അടക്കം വാങ്ങും. അപ്പോൾ ആ കേക്ക് ചെയ്ത് വെച്ച് അതിൽ വേറെ ഡെക്കറേഷനോ അത് ഇങ്ങനെ വീഡിയോ ഞാൻ എടുത്തില്ല. അതിൽ വേറെ പണിയൊന്നുമില്ല, ബോൾസ് വയ്ക്കുക മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തത് ഒരു ഓറഞ്ച് കേക്കാണ്. ഈ കേക്ക് നമുക്ക് നമ്മുടെ സ്ഥിരം കസ്റ്റമർ തന്നെ ഓർഡർ തന്നിട്ടുള്ളത് കേട്ടോ. അത് ഇവിടെ അടുത്തേക്കാണ്. ഇത് 2 കിലോൻ്റെ കേക്കാണ്. ഈ കേക്ക് അടിപൊളി ടേസ്റ്റാണ്, നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അതായത് ഇങ്ങനത്തെ ഈ കേക്ക് എനിക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടാറുണ്ട്. ഈ കേക്കിൽ നമ്മൾ കേക്ക് ചെയ്ത ശേഷം ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് അതിൽ യെല്ലോ കളർ കൊടുത്ത് അത് കേക്കിൻ്റെ മുകളിൽ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ മോഡൽ കിട്ടും കേട്ടോ. പിന്നെ 4 ഭാഗത്തും നമ്മൾ ചോക്ലേറ്റും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ജസ്റ്റ് ചോക്ലേറ്റ് ടോപ്പർ വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റേതായ മോൾഡിൽ ഒഴിച്ചാൽ ഈ ഡിസൈൻ ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് കിട്ടും. സിമ്പിളാണെന്ന് ചെയ്യാൻ. അത് ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഈ ചോക്ലേറ്റിൻ്റെ മോൾഡിൽ ചോക്ലേറ്റ് ഒഴിച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഹാപ്പി ബർത്ത്ഡേ വെച്ചു. പിന്നെ ഫൈസൽ എന്നായിരുന്നു പേര്, ഫാസിൽ എന്നായിരുന്നു തോന്നുന്നു. അപ്പോൾ അതും കൂടി വെച്ചു കേട്ടോ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമുക്ക് ഒരു സിമ്പിൾ കേക്കാണ്, സിമ്പിൾ ഡെക്കറേഷനാണ്. ഇന്നത്തെ 2 കേക്കും നല്ല അടിപൊളി, നമുക്ക് നല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ 2 കേക്കായിരുന്നു കേട്ടോ. ഇത് രണ്ടും അവർ പറഞ്ഞു തന്ന മോഡലാണ് 2 കേക്കിൻ്റെ കേട്ടോ. ഈ കേക്ക് നമ്മുടെ സ്ഥിരം കസ്റ്റമറിൻ്റെ തന്നെ ഇരുന്നു. മറ്റേ കേക്കാണെങ്കിൽ ആദ്യമായിട്ട് ഓർഡർ തരുന്നവരാണ് കേട്ടോ. ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ആ കോഴി ഇങ്ങനെ കുക്കിയിട്ട് കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ടാണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എന്താ പറഞ്ഞാൽ ഈ കേക്ക് അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഓറഞ്ച് ഫ്ലേവർ കേക്കാണ്. രാവിലെ വേഗം കുബൂസിൻ്റെ പണികളൊക്കെയും കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീട്ടിലെ അടിക്കലും തുടക്കലും ചോറ് വയ്ക്കലും കറി വയ്ക്കലും പിന്നെ അങ്ങനത്തെ എല്ലാ പണിയും കഴിഞ്ഞ് 1 മണി 1:15 വീട്ടിലത്തെ പണികൾ കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കേക്കിൻ്റെ പണി നിൽക്കാറ്. അപ്പോൾ അതിന് മുമ്പ് വേഗം ഒരു വോയിസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വേഗം ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുത്തത്. ഇന്നലെ മിഞ്ഞാന്നൊന്നും ഇതേപോലെ വോയിസ് കൊടുക്കാനോ അതേപോലെ കേക്കിൻ്റെ വീഡിയോ എടുക്കാനോ ഒന്നും നേരം കിട്ടിയില്ല. ചടപടേന്ന് പറഞ്ഞിട്ട് കേക്ക് ചെയ്യുന്നു. അതായത് അവിടെ ഉണ്ടായിരുന്നില്ല. ഒക്കെ ഉണ്ടെങ്കിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ കിട്ടുള്ളൂ. ഉള്ള ദിവസങ്ങളിൽ മാത്രം ഞാൻ കേക്കിൻ്റെ വീഡിയോസൊക്കെ എടുക്കാറ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് പോണതിന് മുമ്പ് പോകാൻ നിൽക്കുകയാണ്. അവിടെ പള്ളിയിൽ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വേഗം ഫോൺ വാങ്ങിയിട്ട് വോയിസ് കൊടുത്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിലത്തെ പണികൾ കഴിഞ്ഞിട്ട് പിന്നെ ഇനിയാണ് നമുക്ക് കേക്കിൻ്റെ പണികൾ ചെയ്യാൻ നിൽക്കാറ് കേട്ടോ.
അതായത് കേക്കിൻ്റെ വർക്ക് തോനെ ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങാണ്ട് തന്നെ ഞാൻ മൊത്തം കേക്കിൻ്റെ നാളേക്കുള്ള കേക്കിൻ്റെ മൊത്തം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് കിടക്കുള്ളൂ കേട്ടോ. അതിപ്പോൾ എത്ര ലേറ്റ് ആയാലും വേണ്ടില്ല. ഞാൻ പറയാറില്ല, എനിക്ക് ഈ കേക്കുകളൊക്കെ ചെയ്ത് കഴിയാണ്ട് കിടന്നാലും ഉറക്കം വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കേക്കിൻ്റെ പണിയും കഴിഞ്ഞിട്ടാണ് കിടക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ഈ 2 കേക്കും എല്ലാ പണികളും കഴിഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് 2 കേക്കിൻ്റെയും വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ ഈ കേക്കിൻ്റെ വെയിറ്റും 2 കിലോ അല്ല, 2.25 കിലോനോളം ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ 2 കേക്കും കഴിഞ്ഞിട്ട് പിന്നെ ഒരു കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് കുഞ്ഞിയ ഒരു 750 3/4 കിലോൻ്റെ കേക്കാണ്. അപ്പോൾ ആ കേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീട്ടിൽ മുറിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാനുള്ള ഓർഡറാണ്. അതുകൊണ്ട് തന്നെ ആ കേക്കും കൂടി ജസ്റ്റ് അവിടെ വെച്ചിട്ട് മൊത്തത്തിൽ 3 കേക്കിൻ്റെയും കൂടിയിട്ട് വീഡിയോ എടുത്തു കേട്ടോ. ഈ കേക്ക് ഇപ്പോൾ ഞാൻ ഇന്നാ വോയിസ് കൊടുക്കുന്നത് വെച്ചാലും ഇത് ഇന്നത്തെ കേക്കൊന്നല്ല, ഇന്നലത്തെ അല്ല മിഞ്ഞാന്നത്തെ കേക്കിൻ്റെ ഓർഡർ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടുത്ത കേക്കിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ അതുവരെ ഗുഡ് ബൈ. പിന്നെ മറക്കണ്ട, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റേ കേക്ക് കൊണ്ടുപോകാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ആ കേക്ക് ബോക്സിലാക്കി അവർക്ക് കൊടുത്തയച്ചു. അപ്പോൾ ഗുഡ് ബൈ.